കൊഴിഞ്ഞുപോയ പ്രഭാതങ്ങളിൽ ചിരിയും കളിയുമായി നൈപുണ്യയുടെ പൂമുറ്റത്തേക്ക് പാറിപ്പറന്നു വരാറുള്ള ആ വർണ്ണശലഭം ജൂലിയറ്റ് ലൈജു ഇന്ന് നമ്മോടൊപ്പമില്ല. ചിറക്കൽ കുടുംബത്തിൽ ലൈജുവിന്റെയും മാതാവായ ലൈജയുടെയും മൂത്ത പുത്രിയായി 2001 ആഗസ്റ്റ് 17 ജൂലിയറ്റ് ജനിച്ചു. മാതാപിതാക്കളുടെ സുന്ദര പുഷ്പമായി വിരിഞ്ഞ് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും സ്നേഹത്തിലും പരിലാളനയിലും വളർന്നു വന്നു. വീട്ടുകാരും ബന്ധുക്കളും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമായിരുന്നു ജൂലിയറ്റിൻ്റെത്. അറിവിന്റെ ബാലപാഠങ്ങൾ കണ്ടും കേട്ടും പഠിക്കുവാൻ 2006 മെയ് 31 നൈപുണ്യതൻ പൂന്തോട്ടത്തിലെ തേൻ നുകരും ശലഭമായി. പല തലങ്ങളിലായി ഉയർന്നു നിന്ന ഈ ഗോപുരത്തിന്റെ 4 പടികൾ ചവിട്ടിക്കയറാനേ ആ നിർമ്മല വസന്തത്തിന് കഴിഞ്ഞുള്ളൂ. അക്കാലം അത്രയും ഏവർക്കും നറുമണം പരത്തിയ സുന്ദര വസന്തവുമായിരുന്നു ജൂലിയറ്റ്. LKGയിൽ ഷിബി ടീച്ചറിന്റെയും UKGയിൽ രഞ്ജുഷ ടീച്ചറിന്റെയും 1ാം ക്ലാസ്സിൽ ലിറ്റി ടീച്ചറിന്റെയും 2ാം ക്ലാസ്സിൽ ജോസി ടീച്ചറിന്റെയും പ്രത്യേക സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് അറിവിന്റെ ആദ്യ അക്ഷരങ്ങൾ കുറിച്ചു. ഗണിതശാസ്ത്ര പഠനത്തിൽ ജൂലിയറ്റിന് പ്രത്യേക പാടവം ഉണ്ടായിരുന്നതായി രമണി മിസ് എടുത്തു പറയുന്നു. ഷിബി ടീച്ചറിന്റെ വാക്കുകൾ: കലാലയത്തിൽ ആരെയും ആകർഷിക്കുന്ന സ്വഭാവമായിരുന്നു. ശാന്ത സ്വഭാവവും സന്നദ്ധതാ മനോഭാവവും ആ കുരുന്ന ഹൃദയത്തിന്റെ മുഖമുദ്രയായിരുന്നു. മറ്റുള്ളവരെ സ്വാന്തനപ്പെടുത്തുവാനും സഹായിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള ആ കുരുന്ന ഹൃദയത്തിന്റെ താല്പര്യം ശ്രദ്ധേയമായിരുന്നു. ഭക്തി നിർഭരമായ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരുന്നു. എന്നും സുന്ദര പുഷ്പവുമായി മാതാവിന്റെ സന്നിധിയിൽ എത്താറുണ്ടായിരുന്ന ഈ ചെറുസൂനം സഹനത്തിലൂടെ അപ്രാപ്യമായ അത്യുന്നതങ്ങളിലേക്ക് മാലാഖമാരാൽ ആനയിക്കപ്പെട്ട് അവൾ പോയി. എന്നാലും മിഥുനത്തിലെ തോരാത്ത കണ്ണുനീരിൽ മണ്ണും വിണ്ണും വിങ്ങിപ്പൊട്ടുമ്പോൾ അവളുടെ മാതാപിതാക്കൾക്കെന്ന പോലെ ആ മുഖം ഞങ്ങൾക്കും വേദനിക്കുന്ന ഓർമ്മയാണ്. അമ്മയുടെ തീരാത്ത ദുഃഖം, ഒരു പിതാവിന്റെ വറ്റാത്ത ആത്മനൊമ്പരം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാകും. നരജീവിതമാകുന്ന വേദനയ്ക്ക് കുഞ്ഞുങ്ങൾ ഔഷധമാണ്. ഇതൊരു കവിവാക്യമാണ്. അതും കൈവിട്ടു പോകുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ ഊഹിക്കാൻ പോലും ആവില്ല. ദുസ്സഹമായ വേദനയുടെ നിമിഷങ്ങളിലും നിന്റെ ഇളം ചുണ്ടുകൾ വിരിഞ്ഞു നിന്ന മന്ദഹാസവും ആ കുഞ്ഞു മുഖത്ത് കളിയാടിയിരുന്ന ശാന്തതയും ഈ കർമ്മഭൂമിയിൽ ദുസ്സഹ ജീവിതം തരണം ചെയ്യേണ്ടതെങ്ങനെയെന്ന് നീ ഞങ്ങൾക്ക് നൽകിയ അനുഭവ പാഠങ്ങളാണ്. ഇന്ന് നമ്മുടെ ഗുരുനാഥയായി തീർന്ന നിന്റെ പ്രിയ രൂപത്തിന് മുമ്പിൽ, നിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഈ വിങ്ങിപ്പൊട്ടുന്ന മാതാപിതാക്കളുടെ കേഴുന്ന ഞങ്ങളുടെ കണ്ണുനീരിൽ കുതിർന്ന സ്നേഹാഞ്ജലികൾ.